ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലവ് സ്റ്റോറിയാണ്. ഒരു ഭാര്യയുടെയും അവളുടെ ലവറിന്റെയും അവളുടെ ഭർത്താവിന്റെയും പ്രണയകഥ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാ. പടത്തിന്റെ പേര് ഡൂഡ്. ഇവനാണ് നമ്മുടെ കഥയിലെ മെയിൻ നായകൻ ഡൂഡ്. ഡൂഡ് അവന്റെ പഴയ കാമുകിയുടെ കല്യാണത്തിന് വന്നേക്കാണ്. എന്താ ട്രെയിനോ? ഒന്ന് മെല്ലെ പറ ചേട്ടാ. അപ്പൊ കാമുകി എന്തിനാണ് ബ്രേക്കപ്പ് ആയി പോയത് എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഡൂഡ് വന്നേക്കണത്. അങ്ങനെ ബ്രേക്കപ്പ് റീസൺ പറയാത്തോണ്ട് ഡൂഡ് അങ്ങോട്ട് പേ ഇളകിയ പോലെ വയലന്റ് ആവുകയാണ്. എന്നിട്ട് അവരുടെ താലിമാലയൊക്കെ പറിച്ചെടുക്കും. അങ്ങനെ ആ മണ്ഡപത്തിൽ ഇതിന്റെ പേരില് പൊരിഞ്ഞടി നടക്കാണ്. എന്നിട്ട് പോലീസ് വരുമ്പോ ഇവൻ പറയും, പിന്നെ എന്തിനാ ഇയാൾ ഇത്രയും വലിയ കുഴപ്പമുണ്ടാക്കിയത്? ഇയാൾ ഈ പടം മൊത്തം ഇങ്ങനെയാണ് കേട്ടോ, ഏതാണ്ട് പേ ഇളകിയ പോലെ. പെണ്ണിന് ഇഷ്ടല്ല എന്ന് പറഞ്ഞ ഇഷ്ടല്ല, അതിന് റീസൺ ഒന്നും പറയേണ്ട കാര്യമില്ല അത്ര. അപ്പൊ ആണുങ്ങളൊക്കെ എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. ഇതാണ് കുറൽ, ഈ സിനിമയിലെ നായിക. ഇത് നായികയുടെ അച്ഛൻ. പുള്ളി ഒരു മിനിസ്റ്റർ ആണ്. ഒരു അരപ്പിരി ലൂസായ തന്തപ്പിടി. ഓ കൂട്ടുകാരനാണെങ്കിൽ അതുക്കും മേലെ. മാരേജ് ആനിവേഴ്സറി ഡേറ്റ് തന്നെ 5 ഒക്ടോബർ. ഹാപ്പി മാരേജ് ആനിവേഴ്സറി. ഓ അപ്പൊ പ്രാങ്ക് നടത്തി നാട്ടുകാരെ പറ്റിക്കലാണ് നമ്മുടെ ഡൂഡിന്റെ പണി. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. ഇനിയൊരു പാട്ടാണ്, ആ മറ്റേ പാട്ടില്ലേ, അണ്ണണ്ണ മണ്ണണ്ണ ഡൂഡ്. അങ്ങനെ പ്രാങ്ക് നടത്തി ജീവിക്കുന്ന ഡൂഡിന് കുറലിന്റെ വക ഒരു പ്രപ്പോസൽ പ്രാങ്ക്. എന്നാലും സെക്കൻഡ് നേരം കൊണ്ട് ഈ ട്രെയിൻ എങ്ങനെയാണ് ഇവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തതെന്നാവോ? പിന്നടി പറ. അങ്ങനെ കുറലിന്റെ ഇത്രയും ഡിഫറന്റ് ആയ ലവ് പ്രപ്പോസൽ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നമ്മുടെ ഡൂഡ്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നീ എന്നടി വിട്ടുപടത്തിൽ വരെ പുരുഷൻ ഇരിക്ക. അയ്യേ എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. നീ എന്നടി വിട്ടുപടത്തിൽ വരെ പുരുഷൻ ഇരിക്ക. നിനക്കത് വേണടേ. എന്നിട്ട് ഈ കുറല് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ടൈമില് ഡൂഡ് പറയും, നീ ഫ്രണ്ടിനെ ഫിക്സ് ആയിട്ട് എന്നാലും ഉന്നെ ലൈഫ് പാർട്ട്ണറാ പാക്ക മുടിയില്ല. അപ്പൊ അത് ഈ പൊട്ടന് നേരത്തെ പറയാറുന്നില്ലേ? എന്തിന്റെ കുഞ്ഞാണോ ഇത്? അങ്ങനെ കുറൽ ഡ്യൂഡ് റിജക്ട് ചെയ്ത സങ്കടത്തിൽ നാട് വിട്ടു പോവുകയാണ്. ഇല്ല, ഞാനടക്കം 10-15 പേരുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഡൂഡിനൊരു ആക്സിഡന്റ് ആവുകയാണ്. ആ അപകടത്തിൽ ഇയാള് ചാവൊന്നുമില്ല. ഡൂഡിന് കുറലിനോട് പ്രണയം തോന്നുകയാണത്രേ. മരിക്കണേന് മുമ്പ് എനിക്ക് ഒരു ആഗ്രഹമുള്ളൂ, ഒരു പിടി മണല് വാരി അവന്റെ മർമ്മസ്ഥാനത്തിട്ട് എന്നിട്ട് അതിന് കേറി നിന്ന് മണ്ണെണ്ണ പൊന്നെണ്ണ പോ മലരെ. അതൊരു ഇതെന്തൊക്കെയാടാ എഴുതി വെച്ചേക്കണ്? ആക്സിഡന്റ് ആയപ്പോ ലവ് വന്നു, കക്കൂസ് പോയപ്പോ ലവ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. താന്റെ വേഷം കെട്ടെടുക്ക. എന്താ എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചത്. അങ്ങനെ കുറലും ഡൂഡുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഡൂഡ് ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഒരു പാവം പിടിച്ച പട്ടീനെ ഉമ്മ വയ്ക്കണൊക്കെ ഉണ്ട്. അപ്പോഴാണിത് ഒരു കയറ്. ഇതെന്ത് ഈ പടം കാണുന്നവർക്ക് തൂങ്ങിച്ചാവാൻ വേണ്ടി കെട്ടിവെച്ചിക്കാണോ? കുറലിന് വേറൊരുത്തിന് ഇഷ്ടമാണ്, എന്നാ ഡൂഡിനെ സങ്കടപ്പെടുത്താനും വയ്യ. അതാണ് അവസ്ഥ. ഈ പാരിയും പൂരിയൊക്കെ എവിടെന്നാ കെട്ടിയെടുത്ത്? സെക്കൻഡ് ഓപ്ഷനോ? ഓപ്ഷൻ വെച്ച് കളിക്കാൻ കോടീശ്വരനല്ല ചേച്ചിയെ. കുറലേ, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. இந்த உலகத்துல எதை எடுத்தாலும் ஒன்ன விட ஒண்ணு பெட்டராகத்தான் இருக்கும். அதுக்கு ஒரு முடிவே இல்லை. அதுக்காக நம்ம மனசை மாத்திக்கிட்டே போக கூடாது. முதல்ல நான் யார லவ் பண்றேன்னு தெரியலடா. അങ്ങനെ ഡൂഡ് വീണ്ടും പൊട്ടനാവുകയാണ്. എന്താ തണുക്കുണ്ടോ? ഇതോടെ ഡൂഡ് ഈ കഥയെന്ന് ചോപ്പുകാട് വാങ്ങി പുറത്തോട്ട് പോകുന്നു നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. കുറല് എല്ലാ സത്യങ്ങളും അവളുടെ അച്ഛനോട് തുറന്നു പറയുകയാണ്. അപ്പൊ അവളുടെ അച്ഛൻ ആ കല്യാണത്തിന് സമ്മതിക്കില്ല. 30 வருஷத்துக்கு முன்னாடி உன் அத்தை ஒரு கீழ் ஜாதி பையனை கட்டுவேன்னு சொல்லி என் முன்னாடி வந்து நின்னா கொன்னுட்டேன்.
അതുകൊണ്ട് കൊരലിന്റെ കാമുകൻ പാരി അവളെയും കൂട്ടി ഒളിച്ചോടാൻ പ്ലാൻ ഇടുകയാണ്. പക്ഷെ കൊരലിന്റെ അച്ഛനെയും വേറെ രാഷ്ട്രീയക്കാരെയൊക്കെ കാണുമ്പോ പാരിയുടെ ഒരു പെണ്ണിനെ പ്രേമിക്കുമ്പോ ഏതവസ്ഥയിലും അവളുടെ കൂടെ നിൽക്കണം. അതിപ്പോ സൈക്കോ തന്ത വന്നാലും നാട്ടുകാർ വന്നാലും ആര് വന്നാലും. മനസ്സിലായടാ? കൊരലേ അനക്ക് ഇയാളല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ലേ? കാരണം നീ ഒരു മൊണ്ണയാടാ. நீங்க 2 பேரும் ஃபாரின் போயிடுங்க. பாஸ்போர்ட் இல்லைனாலும் ஃபாரின் போலாமாண்ணா? നിനക്ക് ആക്ച്വലി വട്ടാണതാ പ്രാന്താണോ? பேசாம நீங்களே குரலை கல்யாணம் பண்ணிக்கோங்கண்ணா. நாளைக்கு கண்டத்துல இருந்து ஃபர்ஸ்ட் தப்பிச்சிடலாம். அதுக்கப்புறம் பாஸ்போர்ட் வாங்கி நாங்க ஃபாரின் எஸ் ஆகிடுறோம். കഴിയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ആണെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്. അങ്ങനെ ഡൂഡ് കുരലിനെ കല്യാണം കഴിക്കുകയാണ്. ഇവന് വട്ടാണോ? ഒരുത്തന്റെ ജീവിതം തോലച്ചിട്ട് രണ്ടും കൂടി ഗ്ലോബ് ഉരുട്ടി കളിക്കാണ്. ഞാൻ ലോകം ചുറ്റിക്കട്ടോണ്ടിരിക്കണ കണ്ടില്ലേ? ഇവളെ വെച്ച് നോക്കുമ്പോ ഇവളുടെ അച്ഛനൊക്കെ പാവാണ്. ആൾക്കാരെ കൊല്ലുള്ളൂ. അങ്ങനെ ഡൂഡ് കുരലിനെയും കാമുകനെയും അവളുടെ അച്ഛൻ അറിയാതെ നാട് കടത്താൻ നോക്കുവാണ്. എടാ നിന്നെ പോലൊരു മണ്ടനുണ്ടോ? അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ വീട്ടിൽ പുറകെ നടക്കുന്നേ? അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. നമ്മുടെ കുരൽ ഗർഭിണിയാണ്. பிரெக்னென்ட்டா? വിശ്വസിക്കാൻ പറ്റാത്ത ഫിഗർ അത്. வயிறெல்லாம் பெருசாയി ഉള്ള കുഴந்தை இருக்குமே, அந்த பிரெக்னென்ட்டா? അല്ല, എവിടെ വീർക്കെന്ന് ഞാൻ ഇപ്പൊ പറയണില്ല. അബോർട്ട് ചെയ്താൽ പിന്നെ അവള് പ്രഗ്നന്റ് ആവാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് പാവം തോന്നിയ ഡൂഡ് അബോർഷൻ ക്യാൻസൽ ചെയ്യുകയാണ്. டாக்டர் இந்த குழந்தையோட அப்பா நான் சொல்றேன் அபார்ட் பண்ணக்கூடாது. ஏன் உடம்பு ஏன் இஷ்டம் அபோர்ட் பண்ணிடுங்க டாக்டர். இந்த குழந்தைக்கு நானும் ஒரு அப்பா மாதிரி தானே. ഇവൻ കോയ ഞാൻ കോയ രണ്ടു കോയേ. എന്നെ കൊടുമ ഇത്. പിന്നെന്താ, അവർക്കൊരു കുട്ടി ഉണ്ടാവുകയാണ്. അവർക്കെന്ന് വെച്ചാ മറ്റേ ചെക്കനും കുരലിനും. അങ്ങനെ കഥ അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കാറായി. കൊച്ചിന്റെ അച്ഛൻ രമേശനാണോ ബാബു ആണോ എന്ന് ഇന്നറിയാം. സൂപ്പർ മച്ച. എന്നാ പിടിച്ചോ ചുളിവിലെ അച്ഛനായതിന്റെ തെക്കടത്തമ്മ പുരസ്കാരം. അങ്ങനെ പ്രാങ്ക് നടത്തി ഇപ്പൊ ഡൂഡിന്റെ ജീവിതം പ്രാങ്ക് പോലെയായി. நான் காதலர்களை சேர்த்து வைக்கிறோன்னு புனிதமா பேசிக்கிட்டு இருக்கேன். நீ கூட்டி கொடுக்கறோன்னு கொச்சப்படுத்துறியாடா. അപ്പോഴാണ് ഡൂഡിന്റെ കൂട്ടുകാരൻ കുറച്ച് സെന്റിമെന്റ്സ് പുഴുങ്ങിക്കൊണ്ട് വരുന്നത്. ഇവനൊക്കെ ആദ്യം എവിടെയായിരുന്നു? അമ്പി സ്വർണം പോലെയാ നന്ദിനി. ചെമ്പ് ചേർക്കാത്ത പവിത്രമായ സ്വർണം. പക്ഷെ അവന് ജീവിക്കാൻ മാത്രം അറിയില്ല. അങ്ങനെ ഡൂഡിന്റെ ലൈഫ് താൻ കാരണം തൊലഞ്ചു പോച്ച് എന്ന് മനസ്സിലാക്കിയ കുരൽ അവന് വേണ്ടി വേറെ പെണ്ണിനെ ആലോചിക്കാൻ നടക്കുകയാണ്. ഇനി അതിന്റെ ഒരു കുറം കൂടെ ഉള്ളൂ. അങ്ങനെ അവസാനം ഡൂഡിനുള്ള ആള് വരികയാണ്. കുരലിന്റെ കുട്ടിയുടെ അച്ഛൻ ഡൂഡല്ല എന്ന് മനസ്സിലാക്കിയ കുരലിന്റെ അച്ഛൻ ഇതെന്തത് PSC പരീക്ഷ എന്തിലാവട്ടെ, മറ്റേ കുരലിന്റെ അച്ഛൻ കുട്ടിയെ കൊല്ലാൻ നോക്കും. പക്ഷെ അയാൾക്ക് കൊല്ലാൻ തോന്നില്ല. ആർക്ക്? ഇയാൾക്ക്. സ്വന്തം പെങ്ങളെ കൊന്ന് കിണറ്റിലേക്ക് ചവറ് പോലെ എറിഞ്ഞ ആളാണ് ഇയാള്. സ്വന്തം മകളെ കൊല്ലാൻ നോക്കിയ ആളാണ്. എന്നിട്ട് ഈ കുട്ടീനെ കൊല്ലാൻ മാത്രം മനസ്സ് വരുന്നില്ല അത്ര. നന്നായിട്ടുണ്ട്. അവിടെ അയാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് ഈ ആശുപത്രിയിലായ കുരലിന്റെ അച്ഛനോട് ഡൂഡ് പറയും അയാൾ കൊല്ലാൻ നോക്കിയ ആ കൊച്ചു കുട്ടിയാണ് അയാളുടെ ജീവൻ രക്ഷിച്ചതെന്ന്. അങ്ങനെ ഒടുവിൽ കുരലിന്റെ അച്ഛൻ കുരല് ഓരോ പേരുകള് കുടലും പണ്ടായിട്ട്, അതായത് ഇയാള് നല്ലവനാവുകയാണ്. അതോടെ കുരലും ഹാപ്പി, വേറെ കാമുകിയെ കിട്ടിയതുകൊണ്ട് നമ്മുടെ ഡൂഡും ഹാപ്പി. ഈ പടം കണ്ട നമ്മൾ മാത്രം ഹാപ്പി അല്ല. ഇയാൾ ഈ സിനിമയിൽ എപ്പോ നോക്കിയാലും ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. സ്റ്റൈലാണ് ഇത്ര. മറ്റവന്റെ കൂടെ പോയ ഭാര്യ തിരിച്ചു വന്നാ വരില്ല. ഇത് തന്നെ